ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വീട്ടിൽ നമുക്ക് ലഭ്യമായ ചേരുവകൾ ഉപയോഗിച്ച് തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന നല്ല രുചികരമായിട്ടുള്ളൊരു ബിരിയാണി ചട്നി റെസിപ്പിയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകളും തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തിരുമിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അരക്കപ്പ് മല്ലിയില എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 തൊട്ട് 4 നെല്ലിക്ക കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്, പിന്നെ 1/4 കപ്പ് തൈര്, ആവശ്യത്തിന് ഉപ്പ്. ഇവിടെ ഞാൻ 3/4 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. മല്ലിയില ഉള്ളത് കൊണ്ടാണ് ജാറിന് മുകളിലായിട്ട് നിൽക്കുന്നത്. സ്പൂൺ കൊണ്ടൊന്ന് അമർത്തി വെച്ചതിന് ശേഷം ചെറിയ കഷ്ണം ഇഞ്ചി, എരിവിനായിട്ട് 2 പച്ചമുളക്. കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം ചേർത്തൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇടയ്ക്ക് അടപ്പ് തുറന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിൽ പ്രത്യേകം വെള്ളമൊന്നും ചേർക്കുന്നില്ല. തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ചമ്മന്തി അരിഞ്ഞു കിട്ടുന്നതിന് അത് മതിയാകും. തീരെ ഫൈൻ പേസ്റ്റ് ആകേണ്ട കാര്യമില്ല. ഇടയ്ക്ക് നിർത്തി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇപ്പം നല്ലോണം ഗ്രൈൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ചമ്മന്തി ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ചട്നിയാണിത്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് ബിരിയാണിയോടൊപ്പം മാത്രമല്ല, ഊണിനൊപ്പവും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസായ ഇഡ്ഡലി, ദോശ, ബ്രെഡ്, ചപ്പാത്തി എന്നിവയ്ക്കൊപ്പവും കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയും കൂടിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ കാണുന്നവരിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്